Hi all, welcome back to this video series. In this video, we will conditional statements like if else, switch, looping statement. അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് വരുന്ന question samples discuss ചെയ്യാം. First one, first question, ഇവിടെ ഒരു പ്രോഗ്രാം കോഡ് തന്നിട്ടുണ്ട്. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പം എത്ര ടൈംസ് ഹെലോ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഫോർ ലൂപ്പാണ്. എക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻറ്റീജർ വാരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫോർ ലൂപ്പിനകത്ത് എക്സ് ഈക്വൽ ടു -1, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, എക്സ് പ്ലസ് പ്ലസ്. ഓക്കെ, ദെൻ ഫോർ ലൂപ്പിൻ്റെ ബോഡിക്കകത്ത്, ഫോർ ലൂപ്പിൻ്റെ ബോഡി ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെയാണ്. ഇതിൻ്റെ അകത്ത് ഇഫ് എക്സ് ലെസ് ദാൻ 5 ആണെങ്കിൽ കണ്ടിന്യൂ കോൾ ചെയ്തിരിക്കുകയാണ്, എൽസ് ആണെങ്കിൽ ബ്രേക്ക് കോൾ ചെയ്തിരിക്കുകയാണ്. ദെൻ ഒരു പ്രിൻ്റ് ഓഫ് ഹെലോ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഒത്തിരി കാര്യങ്ങളുടെ യൂസേജ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, എക്സ് ഈക്വൽ ടു -1 ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് കറക്റ്റ് ആണോ നോക്കാം. ഫോർ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എക്സ് ഈക്വൽ ടു -1, പിന്നെ ഒരു സെമി കോളൻ ഇട്ട്, നെക്സ്റ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എഗെയിൻ സെമി കോളൻ, ദെൻ ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ ഉണ്ട്. സോ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ഇവിടെ കറക്റ്റാണ്. 2 സെമി കോളൻ യൂസ് ചെയ്തിട്ട് 3 സ്റ്റേറ്റ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ സിൻടാക്സ് കറക്റ്റ് ആയിട്ടുണ്ട്. എക്സിന് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് -1 ആണ്, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. സോ ഫസ്റ്റ് ടൈം നമ്മുടെ ലൂപ്പിംഗ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് ലൂപ്പിനകത്ത് വരും. ഇഫ് എക്സ് ലെസ് ദാൻ 5, എക്സിൻ്റെ വാല്യൂ -1 ആണ് ഫസ്റ്റ് കേസിൽ. സോ -1 ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ -1 ലെസ് ദാൻ 5 ആണ്. സോ ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ചെയ്യുന്നതുകൊണ്ട് ഇഫിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഇത്രയാണ്, കണ്ടിന്യൂ കോൾ ചെയ്തിരിക്കുകയാണ്. കണ്ടിന്യൂയുടെ യൂസേജ് എന്താ? കണ്ടിന്യൂ മീൻസ് കറണ്ട് ഐട്രേഷൻ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോകുക എന്നുള്ളതാണ്. സോ ഈ ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഇഫിൻ്റെ ബോഡിയിൽ വരും. ഇതിൻ്റെ അകത്ത് വേറെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇല്ല, കണ്ടിന്യൂ മാത്രമാണ്. കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചാൽ ഡയറക്റ്റ് എക്സിൻ്റെ വാല്യൂ ഇവിടെ പോകും. ലൂപ്പിൻ്റെ ഇവിടെ പോവുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എക്സ് -1 ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുമ്പോഴെന്താവും? എക്സിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. -1 + 1 എക്സ് ഈക്വൽ ടു 0 ആവും. ഓക്കെ, എഗെയിൻ കണ്ടീഷൻ ചെക്കിങ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. ഇഫ് എക്സ് ലെസ് ദാൻ 5 ആണോ, 0 ലെസ് ദാൻ 5 ആണ്, എഗെയിൻ കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താ? ഇവിടെ വേറെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇല്ല ഈ ബോഡിക്കകത്ത്, കണ്ടിന്യൂ മാത്രമാണ്. സോ വീണ്ടും എക്സിൻ്റെ അകത്ത് വരും. എക്സിൻ്റെ വാല്യൂ എന്താവും? എക്സ് പ്ലസ് പ്ലസ്, എക്സ് 1 ആവും. ഇപ്പോഴും 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, എഗെയിൻ ലൂപ്പിംഗ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാണ്. ഇവിടെ വരും 1 ലെസ് ദാൻ 5 കറക്റ്റാണ്, എഗെയിൻ കണ്ടിന്യൂ. സോ വീണ്ടും ഇവിടെ തന്നെയാണ് വരിക. കണ്ടിന്യൂ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോവുക എന്നുള്ളതാണ്. സോ ഇൻക്രിമെൻറ്റ് ചെയ്ത് എക്സ് 2 ആവും, എക്സ് 3 ആവും, എക്സ് 4 ആവും. അപ്പോഴൊക്കെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദെൻ ഇൻക്രിമെൻറ്റ് ചെയ്ത് അപ്പോഴൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ കണ്ടിന്യൂ തന്നെ കോൾ ചെയ്യുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ എക്സ് ഈക്വൽ ടു 5 ആവുന്ന കേസിൽ ലൂപ്പിംഗ് കണ്ടീഷൻ കറക്റ്റാണ്. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, എഗെയിൻ ഇതിൻ്റെ അകത്ത് വരും. ഇഫ് എക്സ് ലെസ് ദാൻ 5 ലെസ് ദാൻ 5 എന്നുള്ള കണ്ടീഷൻ വരും. അത് ഫെയിലാവും. അപ്പോൾ എന്ത് ചെയ്യും? ഇഫ് സ്കിപ്പ് ചെയ്ത് എൽസിലോട്ട് വരും. ഓക്കെ, ഇവിടെ നമ്മൾ ഈ കേളി ബ്രാക്കറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സോ എൽസിൻ്റെ ബോഡി എന്തായിരിക്കും? എൽസിൻ്റെ ബോഡിയിൽ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും വരില്ല. എൽസിൻ്റെ ബോഡിയിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അത് ഇഫ് എൽസ് കേസ് ആണെങ്കിലും ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഏതെങ്കിലും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും നമ്മുടെ ബോഡിക്കകത്ത് മോർ ദാൻ 1 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ നോക്കുക, ഇവിടെ ഇഫിൻ്റെ അകത്തും എൽസിൻ്റെ ബോഡിക്കകത്തും നമ്മൾ കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് ഇവിടെ ഇഫിൻ്റെ ബോഡിക്കകത്ത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്യാതെ തന്നെ ഇത് കറക്റ്റ് ആവുന്നത്.
അതേപോലെ എൽസിൻ്റെ ബോഡിക്കകത്ത് കർലി ബ്രാക്കറ്റ്, എൽസിൻ്റെ ബോഡി റെപ്രസെൻറ്റ് ചെയ്യാൻ കർലി ബ്രാക്കറ്റ് യൂസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എൽസിൻ്റെ ബോഡിക്കകത്ത് ഈ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് മാത്രമാണ് എൽസിൻ്റെ ബോഡിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് എൽസിൻ്റെ വെളിയിലാണ് ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് എൽസിൻ്റെ ബോഡി ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണമായിരുന്നു? മസ്റ്റായിട്ട് കർലി ബ്രാക്കറ്റ് കൊടുക്കണം. 2 സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ എൽസിൻ്റെ ബോഡിക്കകത്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും എൽസിൻ്റെ ബോഡിയായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഈ ഒരു സിറ്റുവേഷനിൽ മോർ ദാൻ 1 സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മുടെ ഇഫിൻ്റെയോ എൽസിൻ്റെയോ ഒക്കെ അകത്ത് വരികയാണെങ്കിൽ, ബോഡിക്കകത്ത് വരികയാണെങ്കിൽ മസ്റ്റായിട്ടും കർലി ബ്രാക്കറ്റ് കൊടുക്കണം. അങ്ങനെ ഇല്ലെങ്കിൽ എൽസ് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് എൽസിൻ്റെ ബോഡിയായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ നമ്മളിപ്പോൾ എത്തിയ പോലെ 5 ലെസ് ദാൻ 5 ആകുമ്പോൾ ഇഫ് ഫെയിൽ ആവുന്നു, ഇഫിൻ്റെ ബോഡി ഇത് സ്കിപ്പ് ചെയ്യുന്നു, എൽസിലോട്ട് വരുന്നു, എൽസിൻ്റെ ബോഡിയിൽ ബ്രേക്ക് കോൾ ചെയ്യുന്നു. ഓക്കെ, ബ്രേക്ക് കോൾ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇഫ് എൽസിൻ്റെ ബോഡി എല്ലാം സ്കിപ്പ് ചെയ്യുക, എൻ്റെയർ ഫോർ ലൂപ്പിൻ്റെ ബോഡി തന്നെ സ്കിപ്പ് ചെയ്യും ബ്രേക്ക് കോൾ ചെയ്യുകയാണെങ്കിൽ. ബിക്കോസ് ഈ ബ്രേക്ക് കോൾ ചെയ്തിരിക്കുന്നത് ഈ ലൂപ്പിൻ്റെ അകത്ത് വരുന്ന എൽസിൻ്റെ ബോഡിക്കകത്താണ്. സോ ബ്രേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെയർ ലൂപ്പ് തന്നെ എക്സെപ്റ്റ് ചെയ്തിട്ട് വെളിയിൽ വരും. വെളിയിൽ വരിക എന്ന് വെച്ചാൽ കൺട്രോൾ ഇവിടെ വരും, ഈ ഫോർ ലൂപ്പിൻ്റെ കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത ലൊക്കേഷനിൽ. ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേറെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല, റിട്ടേൺ 0 അല്ലാതെ പ്രിൻ്റ് ചെയ്യാനോ ഒന്നും കൊടുത്തിട്ടില്ല. സോ ഈ ഒരു എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈംസ് ഹെലോ പ്രിൻ്റ് ചെയ്യും? 0 ടൈംസ് ആയിരിക്കും ഹെലോ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഈ ഒരു പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് എൽസിൻ്റെ ബോഡിക്കകത്തല്ല, അത് ക്ലിയറാണ്. ഇവിടെ കർലി ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടൊന്നുമില്ല. സോ എൽസിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ഇത് മാത്രമാണ്. ഓക്കെ, പക്ഷേ എവിടെയാണ് ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്? നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ ബോഡിക്കകത്താണ്. 5 ലെസ് ദാൻ 5 എന്ന് പറയുന്ന കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് ഇഫ് കണ്ടീഷൻ ഫെയിൽ ആവുന്നു, എൽസിൽ വരുന്നു, എൽസിൽ ബ്രേക്ക് കോൾ ചെയ്യുന്നു, ബ്രേക്ക് കോൾ ചെയ്യുമ്പോൾ എൻ്റെയർ ലൂപ്പ് എക്സിറ്റ് ആവുകയാണ്, ഡയറക്റ്റ് ലൂപ്പിൻ്റെ വെളിയിൽ വരും, ഇത് പ്രിൻ്റ് ചെയ്യാതെ. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 0 ടൈംസ് ഹെലോ പ്രിൻ്റ് ചെയ്യുന്നുള്ളതാണ്. ഇനി ജസ്റ്റ് ഇതിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരിക? സപ്പോസ് ഈ പ്രിൻ്റ് ഓഫ് ഹെലോ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെയല്ല, ഈ ബ്രേക്കിന് മുന്നേ ആയിരുന്നു എന്ന് ഓർക്കുക. പ്രിൻ്റ് ഓഫ് ഹെലോ ഇതിങ്ങനെ കൊടുക്കുകയാണ്, എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുക്കുകയാണ്. 2 സ്റ്റേറ്റ്മെൻറ്റും എൽസിൻ്റെ പാർട്ടായിട്ട് വരികയാണെങ്കിൽ 5 ലെസ് ദാൻ 5 എന്ന് പറയുന്ന കണ്ടീഷനിൽ ഒരു ഹെലോ പ്രിൻ്റ് ചെയ്യും, എന്നിട്ട് ബ്രേക്ക് കോൾ ചെയ്യും. ഓക്കെ, ഒരു പ്രാവശ്യം ഹെലോ പ്രിൻ്റ് ചെയ്തതിന് ശേഷമാണ് ലൂപ്പ് എക്സിറ്റ് ചെയ്യുക. ഓക്കെ, പക്ഷെ ഇവിടെ തന്നിരിക്കുന്നതിൽ ബ്രേക്ക് കോൾ ചെയ്തതിന് ശേഷമാണ് ഹെലോ പ്രിൻ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. സോ ബ്രേക്ക് കോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ലൂപ്പ് എക്സിറ്റ് ആവും, പിന്നെ ലൂപ്പിൻ്റെ അകത്ത് ബാക്കിയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ അവിടെ ഓപ്ഷൻ ഇല്ല. സോ ബ്രേക്ക് കോൾ ചെയ്തിട്ടാണ് ഇവിടെ പ്രിൻ്റ് വന്നിരിക്കുന്നത്. സോ ബ്രേക്ക് കോൾ ചെയ്യുമ്പോൾ തന്നെ ലൂപ്പ് എക്സിറ്റ് ആവുന്നത് കൊണ്ട് ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0 ടൈംസ്, ഒരു വട്ടം പോലും ഹെലോ എന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കില്ല. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ അസോസിയേറ്റിവിറ്റി ആൻഡ് പ്രസിഡൻസ് റൂളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കുറച്ച് ഓപ്പറേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിനെ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് നമ്മുടെ ഒരു എക്സ്പ്രഷനിൽ മിക്സഡ് ഫോമിൽ വരികയാണെങ്കിൽ ഏത് ഓർഡറിലായിരിക്കും നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ഇതിൽ നമുക്ക് പ്രസിഡൻസ് റൂൾ അറിയണം. നോക്കുക, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതാണ് 4 ഓപ്പറേഷൻ. ഈ എല്ലാ ഓപ്ഷനിലും തന്നിരിക്കുന്ന 4 ഓപ്പറേഷൻ. മോഡുലസ് ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. സോ ഈ തന്ന കൂട്ടത്തിൽ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, ഇതിനൊക്കെ ഒരേ പ്രയോറിറ്റിയാണ്, ഇതിന് ഹൈ പ്രയോറിറ്റിയാണ്. അത് കഴിഞ്ഞിട്ടാണ് മൈനസും പ്ലസും. മൈനസും പ്ലസിനും ഒരേ പ്രയോറിറ്റിയാണ്, പക്ഷെ അതിന്
ഈ മൂന്നെണ്ണത്തിനേക്കാളും കുറവ് പ്രയോറിറ്റിയാണ്. ഓക്കെ, സോ ഇങ്ങനെ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു എക്സ്പ്രഷൻ തരികയാണെങ്കിൽ അതിൽ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ അസോസിയേറ്റിവിറ്റിയും കൂടെ കൺസിഡർ ചെയ്യണം. ഇതിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മോഡുലസും ഒരേ പ്രയോറിറ്റിയാണ്. ഓക്കെ, ഇത് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി, ലെഫ്റ്റിൽ ആദ്യം ആരാണുള്ളത് അതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് 1 by 1 ചെയ്ത് വരണം. ഓക്കെ, സോ നോക്കുക, ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ എ അഡീഷൻ കഴിഞ്ഞ് സബ്ട്രാക്ഷൻ കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത് റോങ് ആണ്. കാരണം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനേക്കാളും പ്രയോറിറ്റി കുറവാണ്. സോ ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ അല്ല. നമ്മുടെ പ്രയോറിറ്റി കൂടുതലുള്ള സെറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, ബി ഓപ്ഷൻ നോക്കുക, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇത് കറക്റ്റാണ്. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്, ഇതിന് രണ്ടിനും ഒരേ പ്രയോറിറ്റിയാണ്. അതിന് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ആദ്യം ഡിവിഷൻ ചെയ്യുന്നു, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോവർ പ്രയോറിറ്റിയിലെ പ്ലസും മൈനസും ചെയ്യുന്നത്, അതും ലെഫ്റ്റ് ടു റൈറ്റ്, അഡീഷൻ, സബ്ട്രാക്ഷൻ. സോ ബി ഓപ്ഷൻ കറക്റ്റാണ്. ഓക്കെ, സോ നമുക്ക് സി നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ, ഓക്കെ, ഹയർ പ്രയോറിറ്റിയുള്ള മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യുന്നു, പിന്നെ ചെയ്യുന്നത് അഡീഷനാണ്, അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ ചെയ്യുന്നു. ഇത് റോങ് ആണ്. അഡീഷനെക്കാളും പ്രയോറിറ്റി കൂടുതലുള്ള ഓപ്പറേഷനാണ് ഡിവിഷൻ. സോ ഒരു എക്സ്പ്രഷനിൽ അഡീഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും വരികയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അസോസിയേറ്റിവിറ്റി അനുസരിച്ച് ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡറിൽ ചെയ്തതിന് ശേഷം മാത്രമേ അഡീഷൻ ചെയ്യാൻ പാടുള്ളൂ. സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത ഉടനെ വരുന്നത് അഡീഷൻ, അത് കഴിഞ്ഞിട്ടാണ് ഡിവിഷൻ്റെ ഓർഡർ പറഞ്ഞിരിക്കുന്നത്. സോ ഇത് റോങ് ആണ്, ഇതും റോങ് ആണ്. അടുത്ത് നോക്കുക, അഡീഷൻ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഡിവിഷനും മോഡുലസും പറഞ്ഞിരിക്കുന്നത്. ഡിവിഷനും മോഡുലസിനൊക്കെ ഹയർ പ്രയോറിറ്റിയാണ് അഡീഷനേക്കാണ്. സോ അഡീഷൻ ആദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ് ഈ ഒരു സിറ്റുവേഷനിൽ. സോ ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് നോക്കുക, വീണ്ടും നമുക്ക് ഒരു ഇഫ് എൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറഞ്ഞ ഇൻഡിജർ 10 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നു, ബി 20, സി 30. ഇനി ഇഫിൽ തന്നിരിക്കുകയാണ് സി ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ എ. അതിൻ്റെ ബോഡിക്കകത്ത് വരുന്നത് ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ ട്രൂ എന്ന് പ്രിൻറ്റ് ചെയ്യണം. ഇത് ഫോൾസ് ആവുകയാണെങ്കിൽ എൽസ് പാർട്ടിൽ എന്താണ്? ഫോൾസ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്നത്. ബട്ട് ഇവിടെ തന്നിരിക്കുന്നത് എന്താ? റിലേഷണൽ ഓപ്പറേഷനാണ്, സി ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ എ. ഇതൊരു സിൻടാക്സ് എറർ ആണോ? അല്ല. ഇതിൻ്റെ മീനിങ് എന്താണ്? സി ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുകയാണെങ്കിൽ ഇതും ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി തന്നെയാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? സി ഗ്രേറ്റർ ദാൻ ബി ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ത് ചെയ്യും? ഈ ഗ്രേറ്റർ ദാൻ എ ആയിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, സോ ആദ്യം എന്തായിരിക്കും? ലെഫ്റ്റ് ടു റൈറ്റ് തന്നെ ചെയ്യണം. സി ഗ്രേറ്റർ ദാൻ ബി ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. സിയുടെ വാല്യൂ എന്താണ്? 30. ബിയുടെ വാല്യൂ എന്താണ്? 20. 30 ഗ്രേറ്റർ ദാൻ 20 ചെയ്യുമ്പോൾ കറക്റ്റാണ്, ട്രൂ ആണ്. ഓക്കെ, ട്രൂ ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, ഫോൾസ് ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ട്രൂവിന് ഈക്വലൻ്റ് ആയിട്ടുള്ള നമ്പർ 1ഉം ഫോൾസിന് ഈക്വലൻ്റ് ആയിട്ടുള്ളത് 0 ആണ്. സോ 30 ഗ്രേറ്റർ ദാൻ 20 ഇവിടെ അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂവിനനുസരിച്ചിട്ട് 1. സി ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണ്. സോ ഇവിടെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഡെസിമൽ 1 ആയിരിക്കും. ദെൻ ആ 1 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ റിട്ടേൺ ചെയ്ത 1 ആണ് നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ഗ്രേറ്റർ ദാൻ എ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ 1 ഗ്രേറ്റർ ദാൻ എ ആണോ നോക്കുക. എ എന്താണ്? 10. 1 ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്നത് ഫോൾസ് ആണ്, 1 ലെസ് ദാൻ എ ആണ്. 1 ലെസ് ദാൻ 10 ആണ് ഈ ഒരു കേസിൽ. സോ if 1 greater than a or 1 greater than 10 is false. സോ ഇഫ് കണ്ടീഷൻ ഫെയിൽ ആവുകയാണ്. സോ നേരെ എൽസിൽ പോവും, എന്ത് പ്രിൻറ്റ് ചെയ്യും? ഫോൾസ് എന്ന് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, സോ റൈറ്റ് ആൻസർ ബി ആണ്, ഫോൾസ്.
So ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ explanation of the condition expressed by the relational operator is true, the operator returns the integer value 1. So C greater than B true ആയതുകൊണ്ട് ഇവിടെ return ചെയ്ത value 1 ആണ്. That 1 again compare with the third variable A, 1 greater than A. അതാണ് സെക്കൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, if the condition expressed by the relational operator is false, then the operator returns the integer value 0. ഇവിടെ സപ്പോസ് ഇത് ഫോൾസ് ആയിരുന്നെങ്കിൽ ഇവിടെ റിട്ടേൺ ചെയ്യേണ്ടിയിരുന്ന വാല്യൂ 0 ആയിരുന്നു. ആ 0 ആയിരുന്നു നമ്മൾ എയുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് റിട്ടേൺ ചെയ്ത വാല്യൂ 1 ആണ്. ദെൻ 1 കമ്പയർഡ് വിത്ത് എ, 1 ഗ്രേറ്റർ, ഇഫ് 1 ഗ്രേറ്റർ ദാൻ എ ചെക്ക് ചെയ്തു. എയുടെ അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ 10 ആണ്. ബേസ്ഡ് ഓൺ ദാറ്റ് 1 ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയുന്നത് റോങ് ആണ്. So if condition fail ആവുന്നു, else ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. So the right answer is B, false. Next, again x ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇൻറ്റിജർ ടൈപ്പിലുള്ള വാരിയബിൾ ആണ്. if x printf hi, else printf how are you. ഓക്കെ, ഇതൊക്കെയാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ ഓർക്കണം. ഇത് സിൻടാക്സ് എറർ ഒന്നുമല്ല. നമ്മളിപ്പോൾ ഓർക്കും, ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ട് മാത്രമല്ലേ ഉള്ളൂ, ഇതിൽ വാല്യൂ ഒന്നും ഇനീഷ്യലൈസ് ചെയ്യാതെ നമ്മൾ എങ്ങനെയാണ് ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതെന്ന്. ബട്ട് ഇത് റോങ് അല്ല. ഇതിൽ വേറൊരു പ്രോപ്പർട്ടി കൂടെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ നോക്ക്, ഇൻഡ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഡിക്ലറേഷൻ വന്നിരിക്കുന്നത് എക്സ്റ്റേണൽ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ വാരിയബിൾ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇൻഡെക്സ് മെയിനിൻ്റെ വെളിയിലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ ബോഡിക്കകത്തല്ല ഇൻഡ് ഡിക്ലെയർ ചെയ്ത് എക്സ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ഗ്ലോബൽ വാരിയബിളാണ് അല്ലെങ്കിൽ എക്സ്റ്റേൺ ടൈപ്പിൽ വരുന്ന വാരിയബിളാണ്. അങ്ങനെ ഒരു ഗ്ലോബൽ വാരിയബിൾ അല്ലെങ്കിൽ എക്സ്റ്റേൺ വാരിയബിൾ ഡിക്ലറേഷൻ്റെ കേസിൽ നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഒന്നും അസൈൻ ചെയ്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട് ഇതിൻ്റെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തത് 0 ആയിരിക്കും. ഡിക്ലെയർ ചെയ്താൽ മാത്രം മതി. ബൈ ഡിഫോൾട്ട് ആ ഗ്ലോബൽ വാരിയബിളിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നത് വിത്ത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ്റ്റേൺ വാരിയബിളാണ്, അത് ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ. ബട്ട് അതിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസറായിട്ടൊരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് അതിൻ്റെ വാല്യൂ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, സോ ഇൻഡ് എക്സ് എന്ന് ഗ്ലോബലി ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇൻഡ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആണെന്ന് നമുക്കറിയാം, ഗ്ലോബൽ ആയതുകൊണ്ട്, ഗ്ലോബൽ വാരിയബിൾ ആയതുകൊണ്ട്. സോ ഇനി അതിനെ ബേസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഇഫ് എക്സ് മീൻസ് എന്തായിരിക്കും ചെക്ക് ചെയ്യുന്നത്? എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ എക്സിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഇവിടെ വരുന്നത് 0 ആണ്. ഇഫ് 0, ഓക്കെ, ഇഫ് 0 ആണെങ്കിൽ ട്രൂ ഓർ ഫോൾസ് കണ്ടീഷൻ നേരത്തെ പറഞ്ഞായിരുന്നു. ട്രൂ ആണെങ്കിൽ അതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് ഇൻറ്റിജർ ഇക്വലൻ്റ് 1ഉം, ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റിജർ ഇക്വലൻ്റ് 0 ആണ്. സോ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വേറെ കണ്ടീഷനൊന്നും ഇല്ല, എക്സിൻ്റെ വാല്യൂ മാത്രമാണ്. എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ ഇഫ് 0 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അത് എന്തിന് ഇക്വലൻ്റ് ആണ്? 0 മീൻസ് ഫോൾസ്. ഓക്കെ, സോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇഫ് കണ്ടീഷൻ വയലേറ്റ് ആവുന്ന സിറ്റുവേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ബോഡി എക്സിറ്റ് ചെയ്തിട്ട് എൽസിലോട്ട് പോകും. എൽസിൽ എന്താണ്? ഹൗ ആർ യു എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, സോ ആൻസർ ഇസ് ഡി. ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് എക്സ് ഓക്കെ നോൺ സീറോ ആണെങ്കിൽ, അത് നോൺ സീറോ ആണെങ്കിൽ, ഈ എക്സിൻ്റെ അടുത്ത് വരുന്നത് ഒരു നോൺ സീറോ വാല്യൂ ആണെങ്കിൽ നമ്മുടെ ഇഫ് കണ്ടീഷൻ ട്രൂ എന്ന് പറയുന്നതിന് ഇക്വലൻ്റ് ആണ്. ഓക്കെ, ഇവിടെ വരുന്നത് ഒരു ഫോൾസ് വാല്യൂ ആണെങ്കിൽ, ഇവിടെ വരുന്നത് 0 ആണെങ്കിൽ, എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇഫ് കണ്ടീഷൻ ഫെയിൽ ആവുന്ന കേസാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ മീനിങ്. ഇഫ് 0 എന്ന് വെച്ചാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇഫ് കണ്ടീഷൻ ഈസ് ഫെയിൽഡ്. ഓക്കെ, ഇഫ്
നോൺ സീറോ ആണെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ സീറോ അതർ ദാൻ 1 സീറോ അല്ലാത്ത ഏതൊരു നമ്പർ ആണെങ്കിലും നമ്മൾ എന്തായാലും ഇവിടെ മനസ്സിലാക്കേണ്ടത് ദിസ് വൺ ഇസ് ട്രൂ. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഇപ്പം ഗ്ലോബൽ വാരിയബിൾ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ എക്സ് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ബൈ ഡിഫോൾട്ട് വാല്യൂ 0 വെച്ചിട്ടാണ്. സോ ഇഫ് 0 എന്നുള്ള കേസ് വരും. ഇഫ് 0 പറയുകയാണെങ്കിൽ ഇത് ഇഫ് കണ്ടീഷൻ ഫെയിൽ ആയ സിറ്റുവേഷനാണ്. അങ്ങനെയാണെങ്കിൽ നേരെ എൽസ് പാർട്ടിലോട്ട് പോവും, ഹൗ ആർ യു എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ബി ഹൗ ആർ യു എന്ന് മാത്രം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. നെക്സ്റ്റ് വൺ, int x equal to 0. if x equal to ഇവിടെ തന്നിരിക്കുകയാണ്. ഇത് ഗ്ലോബൽ ആയിട്ടാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? അല്ല, മെയിനിൻ്റെ ഫംഗ്ഷൻ്റെ അകത്താണ്. സോ ദിസ് പെർട്ടിക്കുലർ ഡിക്ലറേഷൻ ഈസ് ലോക്കൽ ടു ദിസ് മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, എക്സിനെ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 0 വെച്ചിട്ടാണ്. എക്സ് ഈസ് എൻ ഇൻറ്റിജർ വിത്ത് വാല്യൂ 0, ഇനീഷ്യലൈസ്ഡ് വിത്ത് വാല്യൂ 0. ദെൻ ഇഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് ചെയ്യും? ഹായ് പ്രിൻ്റ് ചെയ്യും. എൽസ് എന്ത് പ്രിൻ്റ് ചെയ്യും? ഇവിടെ ആക്ച്വലി ഇവിടെ നോക്കുമ്പോൾ നമുക്ക് തോന്നും പ്രിൻ്റ് ഹൗ ആർ യു ആൻഡ് പ്രിൻ്റ് ഹെലോ രണ്ടും എൽസ് ബോഡിക്കകത്ത് വരുന്നതാണ്. അല്ല, ഈ ഒരു കോഡ് അനുസരിച്ച് എൽസിൻ്റെ ബോഡിക്കകത്ത് വരുന്നത് എൽസ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം, പ്രിൻ്റ് ഓഫ് ഹൗ ആർ യു മാത്രമാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ കേളി ബ്രാക്കറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എൽസ് ബോഡിയും ഇഫ് ബോഡിയും കാണിക്കാൻ. ഓക്കെ, നമ്മൾ കേളി ബ്രാക്കറ്റ് ഇല്ലാതെ ബോഡി ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇഫിൻ്റെ ബോഡിക്കകത്ത് വരുന്നത്, എൽസിൻ്റെ ബോഡിക്കകത്ത് വരുന്നത്, ലൂപ്പിൻ്റെ ബോഡിക്കകത്ത് വരുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ കേളി ബ്രാക്കറ്റ് അവോയ്ഡ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടില്ല ഇഫ് ബോഡി എൽസ് ബോഡിയും കാണിക്കാൻ. സോ അതിൻ്റെ മീനിങ് ഇഫ് ബോഡിയിൽ ഈ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. എൽസിലും എന്തായിരിക്കും? ഇത് മാത്രമാണ്. ഇതെന്ന് പറയുന്നത് എൽസിൻ്റെ വെളിയിൽ വരുന്ന മെയിനിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇത് രണ്ടും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നടക്കുക? എക്സ് ഈക്വൽ ടു 0. ഇഫ് എക്സ് ഈക്വൽ ടു 0 കണ്ടീഷൻ ഈക്വൽ ആണ്. എക്സ് ഇവിടെ 0 ആണ് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. 0 ഈക്വൽ ടു 0 ട്രൂ ആണ്. ഇഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും, ഹായ് എന്ന് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, സ്ലാഷ് ഒന്നുമില്ല. സോ ഹായ് എന്ന് പ്രിൻ്റ് ചെയ്യും. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് പ്രിൻ്റ് ചെയ്യും? ഹെലോ പ്രിൻ്റ് ചെയ്യും. എൽസ് ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ല, ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇത് മാത്രമാണ് എൽസിൻ്റെ അകത്ത് വരുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല, ബട്ട് അത് കഴിഞ്ഞിട്ട് വരുന്നത് മെയിനിൻ്റെ പാർട്ടാണ്. ഓക്കെ, ഇത് രണ്ടും എൽസിൻ്റെ പാർട്ടായിരുന്നെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ഇതുപോലെ കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് അതിനെ രണ്ടിനെയും എൽസിൻ്റെ ബോഡിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു. ഇവിടെ അത് ചെയ്തിട്ടില്ല. അതിൻ്റെ മീനിങ് എന്താണ്? ഇത് മാത്രമാണ് എൽസിൻ്റെ ബോഡി, ഇത് എൽസിൻ്റെ വെളിയിൽ മെയിനിൻ്റെ പാർട്ടായിട്ടാണ് വരിക. സോ നമ്മുടെ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഹായ് എന്ന് പ്രിൻ്റ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ഹെലോ എന്നും പ്രിൻ്റ് ചെയ്യും. സോ ആൻസർ ഡി ഇസ് കറക്റ്റ്. നെക്സ്റ്റ് വൺ, എഗെയിൻ എക്സിനെ 5 എന്ന് പറഞ്ഞ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഇഫ് എക്സ് ലെസ് ദാൻ 1 then end with semicolon, then print of hello, return 0. ഇവിടെ എന്താണ്? ഇവിടെ ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഇഫ് ബോഡിക്കകത്ത് എന്താണ്? ഇതിൻ്റെ ഇഫ് ബോഡിക്കകത്ത് ഒന്നും തന്നെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇവിടെ സെമികോളൻ വെച്ച് എൻഡ് ചെയ്യാണ്. ഇത് യൂഷ്വലി നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ വരുത്തുന്ന ഒരു മെയിൻ സിൻടാക്സ് എററാണ്. നമ്മൾ ഇഫ് കഴിഞ്ഞ ഉടനെ സെമികോളൻ ഇടും. ഓക്കെ, സിൻടാക്സ് എറർ അല്ല, നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കാണ്. ഇത് ലോജിക്കലി കറക്റ്റാണ് ആക്ച്വലി. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇഫ് എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എൻഡ് ചെയ്യാണ്. ഇഫ് ബോഡിക്കകത്ത് ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല, ഡയറക്റ്റ് എൻഡ് ചെയ്യുന്നു എന്നാണ് മീനിങ്. ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നു, ഒന്നും ചെയ്യാതെ. ഓക്കെ, സോ നോക്ക്, എക്സ് ഈക്വൽ ടു 5. 5 ലെസ് ദാൻ 1 ആണോ? ട്രൂ ഓർ ഫോൾസ്? ഇത് ഇവിടെ ടെർമിനേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇഫ് കണ്ടീഷൻ ഇവിടെ ഫെയിലാണ്. ഓക്കെ,
ഉടനെ ഇത് ടെർമിനേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നത് എൽസ് ഒന്നുമില്ല, ഇവിടെ പ്രിൻ്റ് ഓഫ് ഹെലോ. ഓക്കെ, ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് സെപ്പറേറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ ബോഡി ഒന്നുമില്ല, ഡയറക്റ്റ് ടെർമിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് താഴെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഹെലോ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ ഹെലോ, അല്ലാതെ ഇത് സിൻടാക്സ് എറർ അല്ല. ഓക്കെ, ഇത് ലോജിക്കലി നോക്കുകയാണെങ്കിൽ എന്താണ്, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അപ്പോൾ തന്നെ നമ്മൾ അവിടെ സെമി കോളൻ ഇട്ട് ടെർമിനേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഒന്നും ചെയ്യാതെ ഇതിൻ്റെ ബോഡി ഒന്നും ഡിഫൈൻ ചെയ്യുന്നില്ല, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ടെർമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, പുറത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഹെലോ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. നെക്സ്റ്റ് വൺ, ഇവിടെ ഡബിൾ ടൈപ്പിൽ CH എന്ന് പറഞ്ഞ വാല്യൂബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. എൻ്റർ എ വാല്യൂ ബിറ്റ്വീൻ 1 to 2 എന്ന് കൊടുത്തിട്ടുണ്ട്. 1 or 2 നമുക്ക് എൻ്റർ ചെയ്യാം. 1 and 2 ഇടയ്ക്കുള്ള ഏത് നമ്പറും എൻ്റർ ചെയ്യാം. LF, അത് ഡബിൾ ടൈപ്പിലൊരു വാല്യൂബിളിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഫോർമാറ്റ് സ്പെസിഫയർ ആണ് LF. LF ഫോമിൽ നമ്മൾ CHലോട്ട് വാല്യൂ റീഡ് ചെയ്തെടുക്കുകയാണ്. 1 to 2 ഇടയ്ക്കുള്ള ഏത് നമ്പറും, ഫ്രാക്ഷണൽ നമ്പറും നമുക്ക് റീഡ് ചെയ്യാം. ബിക്കോസ് ഡബിളിനായിട്ടാണ് CHനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 1.1 ഒക്കെ കൊടുക്കും. ദെൻ CHനെ സ്വിച്ചിലോട്ട് കൊടുക്കുകയാണ്. ഇൻപുട്ട് ചെയ്ത വാല്യൂ 1 ആണെങ്കിൽ 1 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ഇൻപുട്ട് ചെയ്ത വാല്യൂ 2 ആണെങ്കിൽ 2 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ഇത്രയാണ് സ്വിച്ചിൽ കൊടുത്തിട്ടുള്ളത്, 2 കേസ്. എന്നിട്ട് റിട്ടേൺ ചെയ്യും. ഓക്കെ, സോ ഇതെന്തായിരിക്കും, കമ്പൈൽ ടൈം എറർ ആണോ, അതോ 1 എന്ന് പ്രിൻറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ 2 എന്ന് പ്രിൻറ്റ് ചെയ്യും? ജസ്റ്റ് ഇമാജിൻ ചെയ്യും, നമ്മൾ ഇൻപുട്ട് ചെയ്ത വാല്യൂ 1 ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിലും ഇതെന്തായിരിക്കും, ഇത് ഒരു കമ്പൈൽ ടൈം എറർ സിറ്റുവേഷനാണ്. ബിക്കോസ് സ്വിച്ച് കേസിന് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് ഡബിൾ ടൈപ്പിലുള്ള വാല്യൂ നമുക്ക് സ്വിച്ച് കേസിൽ കൊടുക്കാനുള്ള പെർമിഷൻ സിയുടെ സിൻടാക്സ് അനുസരിച്ചില്ല. ഇൻറ്റിജർ, ക്യാരക്ടർ, ഷോർട്ട്, അതുപോലെയുള്ള ഡാറ്റ ടൈപ്സിൽ വരുന്ന വാല്യൂസ് മാത്രമേ സ്വിച്ചിൻ്റെ എക്സ്പ്രഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. സോ ഇവിടെ CH എന്ന് പറയുന്നത് ഡബിൾ ടൈപ്പിലുള്ള വാല്യൂകളാണ്. അതിലേട്ടാണ് നമ്മൾ ഇൻപുട്ട് വാല്യൂ റീഡ് ചെയ്തിട്ട് സ്വിച്ചിലോട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ 1 or 2 ഏത് നമ്പർ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതൊരു എററാണ്. ബിക്കോസ് ഇതൊരു സിൻടാക്സ് എററാണ്. കമ്പൈൽ ടൈമിൽ തന്നെ അത് കണ്ടുപിടിക്കും. സ്വിച്ച് കേസിൽ പാസ് ചെയ്യുന്ന വാരിയബിൾ ഒരിക്കലും ഡബിൾ ആവാൻ പാടില്ല, ഡബിൾ ടൈപ്പിലാവാൻ പാടില്ല. അത് സ്വിച്ച് ആക്സെപ്റ്റ് ചെയ്യില്ല. അത് സിയുടെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇൻറ്റിജറോ ക്യാരക്ടറോ ഒക്കെ ആണെങ്കിൽ മാത്രമാണ് സ്വിച്ചിൻ്റെ എക്സ്പ്രഷനായിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഡിക്ലറേഷൻ ഡബിളിൽ വന്നതുകൊണ്ട് തന്നെ ഇതൊരു എറർ കേസാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, എഗെയിൻ എൻ്റർ എ വാല്യൂ 1 or 2 കൊടുത്തിട്ടുണ്ട്. ഇൻറ്റിജർ ടൈപ്പിൽ CH എന്ന് പറഞ്ഞ വാല്യൂബിൾ ഉണ്ട്. CHലോട്ട് റീഡ് ചെയ്യുന്നു. കറക്റ്റാണ്, സ്വിച്ചിലോട്ട് CH പാസ് ചെയ്യുന്നതിൽ എററൊന്നുമില്ല. കാരണം ഇൻറ്റിജറാണ് CH, ഇൻറ്റിജർ ടൈപ്പിലുള്ള വാല്യൂ ആണ് സ്കാൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതാണ് സ്വിച്ചിലോട്ട് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് സിൻടാക്സ് ആണ്. ഓക്കെ, 1 ആണ് CHൽ എൻ്റർ ചെയ്ത വാല്യൂ 1 ആയിരുന്നെങ്കിൽ നമ്മൾ 1 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. പിന്നെ ഡിഫോൾട്ടായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, പ്രിൻ്റ് ഓഫ് 2. ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്തായിരിക്കും? നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്, ഇമാജിൻ യു ഹാവ് എൻറ്റേർഡ് 1 ആസ് ഇൻപുട്ട്. സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ CHൻ്റെ വാല്യൂ ആയിട്ട് റീഡ് ചെയ്യുന്നത് 1 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? CHൻ്റെ വാല്യൂ 1 ആണ്. ഏത് കേസായിട്ട് മാച്ച് ചെയ്യും? ഫസ്റ്റ് കേസായിട്ട് തന്നെ മാച്ച് ചെയ്യും. സോ എന്ത് ചെയ്യും? കേസ് 1 ആയിട്ടാണ് CHൻ്റെ വാല്യൂ. ഓക്കെ, ദിസ് 1 ആയിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബോഡി എക്സിക്യൂട്ട് ചെയ്യും, പ്രിൻ്റ് 1 പ്രിൻ്റ് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നും ഓപ്ഷൻ എ ആണ് കറക്റ്റ് എന്ന്. അല്ല, കാരണം പ്രീവിയസ് കേസിൽ നോക്കുക. പ്രീവിയസ് കേസിൽ നമ്മൾ കേസ് 1 ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു, ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ബ്രേക്ക് കോൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ മിസ്സിംഗ് ആണ്, ബ്രേക്ക് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? കേസ് 1 എക്സിക്യൂട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ സ്വിച്ചിൻ്റെ വെളിയിൽ വരുള്ളൂ ഉടനെ.
ബ്രേക്ക് കോൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ 1 എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ തൊട്ട് സീക്വൻഷ്യലി നെക്സ്റ്റ് വരുന്നത് ഡിഫോൾട്ട് കേസാണ്. അവിടെ എന്താണ് 2, അതും പ്രിൻ്റ് ചെയ്തിട്ട് മാത്രമേ സ്വിച്ചിൻ്റെ വെളിയിൽ വരുള്ളൂ. ഓക്കെ, സോ 1 പ്രിൻ്റ് ചെയ്യുന്നു, 2 പ്രിൻ്റ് ചെയ്യുന്നു, എന്നിട്ടാണ് സ്വിച്ച് എക്സിറ്റ് ആവുന്നത്. മനസ്സിലായോ? ഇവിടെ ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട്. ബ്രേക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്താണ്, CHൻ്റെ വാല്യൂ 1 കേസ് 1 മാച്ച് ചെയ്യുന്നു, പ്രിൻ്റ് 1 എന്ന് പ്രിൻ്റ് ചെയ്ത് കാണിച്ച് ബ്രേക്ക് കോൾ ചെയ്യുമ്പോൾ സ്വിച്ചിൻ്റെ വെളിയിൽ വരും. ഓക്കെ, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. സോ 1 സ്വിച്ച് CHൻ്റെ വാല്യൂ 1 കേസ് 1 മാച്ച് ചെയ്യുന്നു, 1 എന്ന് പ്രിൻ്റ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി സീക്വൻഷ്യലി നെക്സ്റ്റ് ഡിഫോൾട്ടിലോട്ട് പോയി പ്രിൻ്റ് 2 ചെയ്തിട്ടാണ് സ്വിച്ച് എക്സിറ്റ് ആവുന്നത്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. സോ ഇനി ഇതിൽ തന്നെ നോക്കുക, നമ്മൾ 1 അതിന് പകരം 2 ആയിരുന്നെങ്കിൽ എന്താ വരിക? നമ്മൾ ഇൻപുട്ട് ചെയ്ത CHൻ്റെ വാല്യൂ 2 ആയിരുന്നെങ്കിൽ 1 or 2 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, 2 ആണെങ്കിൽ എന്താ ഇവിടെ 2 കേസ് 1 മാച്ച് ചെയ്യില്ല, നേരെ ഇങ്ങോട്ട് വരും, ഡിഫോൾട്ട് കേസിൽ വരും, 2 മാത്രം പ്രിൻ്റ് ചെയ്യും, എന്നിട്ട് എക്സിറ്റ് ചെയ്യും. ഓക്കെ, സോ അതിന് ബ്രേക്കിൻ്റെ കുഴപ്പമില്ല, കാരണം ഈ ഡിഫോൾട്ട് കഴിഞ്ഞിട്ട് വേറെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഡയറക്റ്റ് 2 പ്രിൻ്റ് ചെയ്തിട്ട് സ്വിച്ച് എക്സിറ്റ് ആവും. നെക്സ്റ്റ് വൺ സ്വിച്ചിൻ്റെ തന്നെയാണ്. ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. അസ്യൂമിങ് ദാറ്റ് വി ഹാവ് എൻറ്റേർഡ് ദ വാല്യൂ 2 ഇൻ ദ സ്റ്റാൻഡേർഡ് ഇൻപുട്ട്. CHൽ ഇൻറ്റിജർ ടൈപ്പാണ്, നമ്മൾ CHൽ 2 ആണ് ഇൻപുട്ട് ചെയ്തിരിക്കുന്നതെന്ന് അസ്യൂം ചെയ്യണം. എന്നിട്ട് എന്തും നടക്കും. ഇവിടെ 2 കേസ് 1 ചെക്ക് ചെയ്യുന്നു. 2 ആണ് കേസ്, ഇവിടെ 1 ആണ്. ഈ ഇൻറ്റിജറും മാച്ച് ചെയ്യുന്നില്ല. സോ എന്ത് ചെയ്യും? ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യുന്നു. ഓക്കെ, എത്രയും സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യുന്നു? ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യുന്നു. എവിടെ വരും? നെക്സ്റ്റ് കേസ് എന്താണ്? കേസ് 1 കഴിഞ്ഞ് പ്രിൻ്റ്എഫ് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ്എഫ് ഹായ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫോൾട്ട് കേസ് കൊടുത്തിരിക്കുന്നത്. ഡിഫോൾട്ടിലാണ് 2. നമ്മുടെ കേസ് 1 മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത എങ്ങോട്ടാണ് പോവുക? അടുത്ത ഈ കോളനുള്ളത്, ഇതാണ് നമ്മുടെ കേസ് ഡെഫിനിഷൻ, ഇവിടെയാണ് പോവുക. അതിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഡിസ്പ്ലേ ആവും. സോ റൈറ്റ് ആൻസർ 2. ഓക്കെ, സോ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ബ്രേക്ക് കോൾ ചെയ്യുന്നു, കേസ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ വരുന്നു, അടുത്തത് ഹായ് എന്ന് പ്രിൻ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഡിഫോൾട്ട്. അങ്ങനല്ല, കേസ് 1 മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ കോളൻ കാണാനേക്ക്. ഇവിടെയാണ് മാച്ചെങ്കിൽ ഈ കോളൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എത്രയും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ? 1 പ്രിൻ്റ് ചെയ്യും, ബ്രേക്ക് ചെയ്തിട്ട് സ്വിച്ചിൻ്റെ വെളിയിൽ വരും. ഓക്കെ, അപ്പോഴും ഹായ് പ്രിൻ്റ് ആവില്ല. എന്താണ് കേസ്? ഒന്നും കൂടെ നോക്കുക. സപ്പോസ് നമ്മൾ ഇൻപുട്ട് ചെയ്തത് CHൻ്റെ വാല്യൂ ക്വസ്റ്റനിൽ പറഞ്ഞ പോലെയല്ല, 1 ആണെന്ന് വിചാരിക്കും. 1 ഇവിടെ തന്നെ മാച്ച് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഈ പ്രിൻ്റ് കേസ് 1ൻ്റെ ബ്ലോക്കിൽ വരുന്ന 1 പ്രിൻ്റ് ചെയ്യും. ദെൻ ബ്രേക്ക് ഉടനെ എന്ത് ചെയ്യും? ഈ സ്വിച്ചിൻ്റെ വെളിയിൽ വരും. ഓക്കെ, സോ ഇപ്പോഴും എന്ത് ചെയ്യില്ല? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവില്ല. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റനിൽ പറഞ്ഞ പോലെ 2 ആയിരുന്നെങ്കിലോ? 2 ആണെങ്കിൽ കേസ് 1 ഇവിടെ തന്നെ ഫെയിൽ ആവുകയാണ്. നേരെ എങ്ങോട്ട് പോകും? ഇത്രയും പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത കേസ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് ഇവിടെ, ഇതിലോട്ട് പോകും, 2 മാത്രം ഡിസ്പ്ലേ ചെയ്യും. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഇവിടെയുള്ള അസംഷനെ ബേസ് ചെയ്തിട്ട് റൈറ്റ് ആൻസർ. 2 മാത്രം പ്രിൻ്റ് ചെയ്തിട്ട് എക്സിറ്റ് ആവും. നെക്സ്റ്റ് വൺ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ തന്നെയാണ്. അസംഷൻ തന്നിട്ടുണ്ട്. വി ഹാവ് എൻറ്റേർഡ് ദ വാല്യൂ 1 ഇൻ ദ സ്റ്റാൻഡേർഡ് ഇൻപുട്ട്. ഓക്കെ, എഗെയിൻ ഇവിടെ 1 കൊടുത്തിരിക്കുകയാണ്. നമ്മൾ 1 ആണ് റീഡ് ചെയ്തിരിക്കുന്നത് അസ്യൂം ചെയ്യണം. അതിനെ ബേസ് ചെയ്തിട്ട് വേണം ഇറ്ററേറ്റ് ചെയ്യാൻ. ഓക്കെ, സോ സ്വിച്ച് ഇവിടെ എന്താണ്? 1, CHൽ 1 അല്ലേ? 1 + 1 എന്താണ് ഇവിടെ വരിക? CHൽ 1 കൊടുക്കുകയാണെങ്കിൽ 1 + 1 2.
1, 1 plus 2, 1 plus 1, 1 plus 1. Okay, 1 plus 1. എന്നിട്ട് കേസ് 1 ഉണ്ട്, കേസ് 2 ഉണ്ട്. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെയാണ് നമ്മൾ കോമ ഓപ്പറേറ്ററിൻ്റെ പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കേണ്ടത്. സ്വിച്ചിൽ അല്ലെങ്കിൽ ലൂപ്പിനകത്തൊക്കെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് തരികയാണെങ്കിൽ നമ്മൾ ഓർക്കണം, നമ്മൾ ഇനിയുള്ള കണ്ടീഷൻസൊക്കെ ചെക്ക് ചെയ്യാൻ പോകുന്നത് റൈറ്റ് മോസ്റ്റ് എക്സ്പ്രഷൻ, കോമയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻസിൻ്റെ റൈറ്റ് മോസ്റ്റ് എക്സ്പ്രഷൻ്റെ വാല്യൂ ബേസ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് കൺട്രോൾ ഫ്ലോ വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? ഓർക്കുക, കോമ ഇട്ടിട്ട് നമുക്കിപ്പോൾ ഇതുപോലെ കണ്ടീഷൻ ചെക്കിങ്, അതിപ്പോൾ സ്വിച്ചിലാണെങ്കിലും ഇഫിലാണെങ്കിലും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിലും കോമ ഇട്ടിട്ട് ഇതുപോലെ എക്സ്പ്രഷൻ വരികയാണെങ്കിൽ റൈറ്റ് മോസ്റ്റ്, ഇവിടെ രണ്ട് എക്സ്പ്രഷനാണ്, CH, CH+1. ഇതിൽ റൈറ്റ് മോസ്റ്റ് എക്സ്പ്രഷൻ ഏതാണ്? ഇതാണ്. ഇതിന് വരുന്ന വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കൺട്രോൾ ഫ്ലോ വരിക. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന അസംഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 1ഉം ഇവിടെ എന്താ 1 + 1. ഇതിൽ റൈറ്റ് മോസ്റ്റ് എക്സ്പ്രഷൻ ഇതാണ്, 1 + 1 2. ഓക്കെ, ദാറ്റ് മീൻസ് സ്വിച്ച് ഓഫ് 2 ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ് ഈ ഒരു കോമയായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന എൻറ്റയർ എക്സ്പ്രഷൻ്റെ മീനിങ്. സ്വിച്ച് ഓഫ് 2, റൈറ്റ് മോസ്റ്റ് എക്സ്പ്രഷൻ, ഈ കോമ സെപ്പറേഷനിൽ വരുന്ന റൈറ്റ് മോസ്റ്റ് എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് നമ്മൾ സ്വിച്ചിൽ ചെക്ക് ചെയ്യേണ്ടത്. സ്വിച്ച് ഓഫ് 2 ഏതുമായിട്ടാണ് മാച്ച് വരിക? ഏത് കേസായിട്ടാണ്? ഇതിൽ മാച്ച് വരില്ല, ഇതിൽ മാച്ച് വരുന്നു, 2 പ്രിൻ്റ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, കോമ ഓപ്പറേഷൻ്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ മൂന്നാമതൊരു എക്സ്പ്രഷൻ CH+3 അങ്ങനെ എന്തെങ്കിലും തരികയാണെങ്കിൽ റൈറ്റ് മോസ്റ്റ് എക്സ്പ്രഷൻ, കോമയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻസിൻ്റെ കൂട്ടത്തിൽ റൈറ്റ് മോസ്റ്റ് എക്സ്പ്രഷൻ ഏതാണോ അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സ്വിച്ചിൽ മാത്രമല്ല, ഇഫിൻ്റെ അകത്താണെങ്കിലും ഫോർ ലൂപ്പിൻ്റെ അകത്താണെങ്കിലും വൈൽ ലൂപ്പിൻ്റെ അകത്താണെങ്കിലും എവിടെയാണെങ്കിലും കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് എക്സ്പ്രഷൻസ് കോമയിട്ട് തരികയാണെങ്കിൽ റൈറ്റ് മോസ്റ്റ് എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ 1 + 1, CH+1 ആണ് റൈറ്റ് മോസ്റ്റ് എക്സ്പ്രഷൻ. സോ അസംഷനെ ബേസ് ചെയ്തിട്ട് CH = 1 ആണ്. സോ 1 + 1 2, കേസ് 2 ആണ് മാച്ച് ആവുന്നത്, പ്രിൻ്റ് 2 ആൻഡ് ബ്രേക്ക്. ഓക്കെ, so option B is the right answer. Next one, the for loop in ഒരു പ്രോഗ്രാമാണ്. int k = 0 for k less than 3 semicolon k ++ printf hello. ഈ ഒരു printf ആണ് for loopനകത്ത് വരുന്നത്. ഓക്കെ, സോ ഇതെന്താണ്? int k = 0. നമുക്കിപ്പോഴും തോന്നും ഇവിടെ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ് k. ഈ കെനെയാണ്, ഇൻറ്റിജർ k ആണ്, ഈ കെനെയാണ് നമ്മൾ ലൂപ്പിംഗ് വാരിയബിളായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നു 0. ഇനി അടുത്ത് k less than 3 k++. ഓക്കെ, k = 0 ആണ്. ദെൻ അതിന് ബേസ് ചെയ്തിട്ട് k less than 3 ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണ്, ഹലോ പ്രിൻ്റ് ചെയ്യുന്നു, ദെൻ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. നമ്മളങ്ങനെ ഓർക്കും, ബട്ട് തെറ്റാണ്. ഇവിടെ സിൻടാക്സ് തന്നെ തെറ്റാണ്. നേരത്തെ ഇതൊരു ജസ്റ്റ് പറഞ്ഞായിരുന്നു, ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് അനുസരിച്ച് 3 എക്സ്പ്രഷൻ ഉണ്ടായിരിക്കണം എന്നാണ്. ഓക്കെ, സോ 3 എക്സ്പ്രഷനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ 2 സെമിക്കോളൻ മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കണം ഇതിൻ്റെ അകത്ത്, ഫോറിൻ്റെ പാരാന്തസിസിൽ. ചിലപ്പോൾ നമ്മളിത് ബ്ലാങ്ക് ആയിട്ട് വിടുകയാണെങ്കിലും സെമിക്കോളന് കൊടുക്കാൻ മറക്കരുത്. ദെൻ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്, സെമിക്കോളൻ, ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ്, ഇതാണ് സിൻടാക്സ്. ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സെമിക്കോളൻ മാത്രമേ വന്നിട്ടുള്ളൂ. കണ്ടീഷൻ ചെക്കിംഗ് ഉണ്ട്, ഇൻക്രിമെൻ്റ് ഉണ്ട്, ഇനീഷ്യലൈസേഷൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഇവിടെ തന്നെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഫോർ തുടങ്ങുന്നതിന് മുന്നേ int k = 0. ഓക്കെ, ബട്ട് ആ സെമിക്കോളൻ ഇവിടെ വേണമായിരുന്നു. ഇങ്ങനെ ഇവിടെ സെമിക്കോളൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കറക്റ്റാണ്. നമ്മൾ k = 0 ഒന്നും കൊടുക്കാതെ സിംപ്ലി ഒരു സെമിക്കോളൻ കൊടുത്തിട്ട് k less than 3 സെമിക്കോളൻ k++ കൊടുക്കുകയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യും, ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യും 3 times.
ഓക്കെ, ബട്ട് ഇവിടെ ഒരു സെമിക്കോളൻ ഇല്ല. ആകെ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒരു സെമിക്കോളൻ മാത്രമേ വന്നിട്ടുള്ളൂ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് തന്നെ തെറ്റാണ്. സോ ഇത് നമ്മൾ കമ്പൈൽ ടൈമിൽ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു എററായിട്ടാണ് വരിക. കമ്പൈൽ ടൈം എറർ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇതിനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാണ്. നോക്കുക, ഇത് തന്നെ ഇൻഡിക്ക് k ഈക്വൽ ടു 0. ഈ ഫോർ ലൂപ്പിന് പകരം ഇതേ കാര്യം ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കുകയാണ്. ഫോർ സെമിക്കോളൻ k ലെസ് ദാൻ 3 k പ്ലസ് പ്ലസ് എന്നിട്ട് പ്രിൻ്റ്. ഓക്കെ, ഇത് കറക്റ്റാണ്. സിൻടാക്സ് അനുസരിച്ച് സെമിക്കോളൻ 2 വന്നിട്ടുണ്ട്. ഇവിടെ ബ്ലാങ്ക് ആണെങ്കിലും ലൂപ്പിംഗ് വാരിയബിൾ കെനെ ഇവിടെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട് k ഈക്വൽ ടു 0. സോ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ട് 3 ടൈംസ് ഹെലോ എന്ന് ഡിസ്പ്ലേ ചെയ്യും. ബട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഫസ്റ്റ് സെമിക്കോളൻ തന്നെ മിസ്സിംഗ് ആണ്. സോ സിൻടാക്സ് അനുസരിച്ച് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് കറക്റ്റ് അല്ല. അത് കമ്പൈൽ ടൈം തന്നെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു എററാണ്. സോ ഇതൊരു കമ്പൈൽ ടൈം എറർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. ഡബിൾ k ഈക്വൽ ടു 0. ഡബിൾ ടൈപ്പിലുള്ള ഒരു ലൂപ്പിംഗ് വാരിയബിളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കറക്റ്റാണ് ഫോറിൻ്റെ സിൻടാക്സ്. k ഈക്വൽ ടു 0.0 സെമിക്കോളൻ k ലെസ് ദാൻ 3.0 സെമിക്കോളൻ k പ്ലസ് പ്ലസ്. ഓക്കെ, ഡബിൾ ടൈപ്പിലുള്ള വാരിയബിളാണ്. ബോഡിക്കകത്ത് പ്രിൻ്റ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ സ്വിച്ചിൻ്റെ പറഞ്ഞതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഡബിൾ ടൈപ്പ് വാരിയബിളൊക്കെ നമുക്ക് ലൂപ്പിംഗ് വാരിയബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. സ്വിച്ചിൻ്റെ കേസിൽ മാത്രമേ പ്രശ്നമുള്ളൂ. സ്വിച്ചിൻ്റെ കേസിൽ മാത്രമാണ് നമ്മൾ സ്വിച്ച് എക്സ്പ്രഷൻ ഇൻറ്റിജറോ ക്യാരക്ടറോ ഷോർട്ടാക്കി ആയിട്ടുള്ള വാരിയബിൾ യൂസ് ചെയ്യേണ്ടത്. ഫോർ ലൂപ്പിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിലും നമുക്ക് ലൂപ്പിംഗ് വാരിയബിളായിട്ട് ആരെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, സോ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സും കറക്റ്റാണ്, യൂസ് ചെയ്തിരിക്കുന്ന ടൈപ്പും കറക്റ്റാണ്. സോ 0.0 ലെസ് ദാൻ 3.0. അപ്പോൾ എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യും. ദെൻ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് എന്താവും? 1.0 ആവും. 1.0 ലെസ് ദാൻ 3.0 വീണ്ടും ഒരു ഹലോ പ്രിൻ്റ് ചെയ്യും. വീണ്ടും ഇൻക്രിമെൻറ്റ് എന്താവും? 2.0. 2.0 ലെസ് ദാൻ 3.0 വീണ്ടും ഹലോ പ്രിൻ്റ് ചെയ്യും. ഒന്നും കൂടെ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് 3.0. 3.0 ലെസ് ദാൻ 3.0 അപ്പോൾ ഫെയിലാവും. എന്നിട്ട് ലൂപ്പിൻ്റെ വെളിയിൽ വരും. റിട്ടേൺ 0 എക്സിറ്റ് ആവും. ഓക്കെ, സോ 3 ടൈംസ് ഹലോ 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 എന്ന് പ്രിൻ്റ് ചെയ്തിട്ട് ഇത് എക്സിറ്റ് ആവും. ആൻസർ എന്ന് പറയുന്നത് 3 ടൈംസ് ഹലോ പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിൻടാക്സ് എററൊന്നുമല്ല. ലൂപ്പിംഗ് വാരിയബിളായിട്ട് നമുക്ക് ഡബിൾ ടൈപ്പിലുള്ള വാരിയബിളും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇൻറ്റിജർ തന്നെ വേണമെന്നൊന്നുമില്ല. ഇൻറ്റിജർ ക്യാരക്ടർ ടൈപ്പിലുള്ള വാരിയബിൾസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് സ്വിച്ച് കേസിലാണ്, സ്വിച്ച് കേസ് എക്സ്പ്രഷനിലാണ്. ഓക്കെ, സോ ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കോഡാണ്. നെക്സ്റ്റ് നോക്കുക. ഇവിടെ ഒരു പ്രോഗ്രാം നേരത്തെ തന്നിരിക്കുന്നതിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. ഡബിൾ k ഈക്വൽ ടു 0, k ഫ്രം 0.0, k ലെസ് ദാൻ 3.0, k ഈക്വൽ ടു k പ്ലസ് 0.5. ഓക്കെ, സോ ഇവിടെ എത്ര ടൈംസ് ഹലോ പ്രിൻ്റ് ചെയ്യും? സിൻടാക്സ് കറക്റ്റ് ആണെന്ന് പ്രീവിയസ് എക്സാമ്പിളിൽ നിന്ന് നമുക്കറിയാം. ഡബിൾ ടൈപ്പ് വാരിയബിളിനെ ലൂപ്പിംഗ് വാരിയബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് കറക്റ്റാണ്. ഡബിൾ യൂസ് ചെയ്യാം. k ഫ്രം 0.0. ഇവിടെ എങ്ങനെയാണ് ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ തന്നിരിക്കുന്നത് നോക്കൂ. k ഈക്വൽ ടു k പ്ലസ് 0.5. ഓക്കെ, സോ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫസ്റ്റ് k 0 ആണ്, 0 ലെസ് ദാൻ 3 ആണ്, 3.0 ആണ്. 0.0 ലെസ് ദാൻ 3.0 ഒരു പ്രാവശ്യം ഹലോ പ്രിൻ്റ് ചെയ്യും. അടുത്തത് k ഈക്വൽ ടു k പ്ലസ് 0.5 ആണ്. അപ്പോൾ എന്താവുന്നത്? ഇൻക്രിമെൻറ്റ് ബൈ 1 അല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്, ഇൻക്രിമെൻറ്റ് ബൈ 0.5 ആണ്. നെക്സ്റ്റ് 0.5 ലെസ് ദാൻ 3.0 കറക്റ്റാണ്. വീണ്ടും ഹലോ പ്രിൻ്റ് ചെയ്യും. അടുത്ത എന്ത് ചെയ്യും? 0.5 വീണ്ടും 0.5 ആഡ് ചെയ്യുകയാണെങ്കിൽ 1.0 ലെസ് ദാൻ 3.0 കറക്റ്റാണ്. വീണ്ടും ഹലോ പ്രിൻ്റ് ചെയ്യും. അടുത്തത് 1.5 ആകുമ്പോൾ ഒരു ഹലോ പ്രിൻ്റ് ചെയ്യും. 2 ആകുമ്പോൾ ഒരു ഹലോ പ്രിൻ്റ് ചെയ്യും. 2.5 ആകുമ്പോൾ ഹലോ പ്രിൻ്റ് ചെയ്യും. 3 ആകുമ്പോൾ എക്സിറ്റ് ആവും. ഓക്കെ, ടോട്ടൽ
1 2 3 4 5 6 6 hellos print ചെയ്യും like this. Okay. Next one, what will be the output of the following C code? ഒരു ഡു വൈൽ ലൂപ്പിന് എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. ഡൂയുടെ ബോഡിയിൽ വരുന്ന എന്താണ്? ഇവിടെ കണ്ടോ, കേളി ബ്രാക്കറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാക്കണം, നമുക്ക് ബോഡി ആയിട്ട് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ഈ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ y0. ഓക്കെ, ഇതെന്താണ്? ലൂപ്പിന് വെളിയിലാണ്, പ്രിൻ്റ് ഓഫ് ആഫ്റ്റർ ലൂപ്പ്. എന്തായിരിക്കും ഔട്ട്പുട്ട്? സോ ഡു വൈൽ നമുക്കറിയാം എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ലൂപ്പ് ബോഡിയുടെ എക്സിറ്റിലാണ്. കണ്ടില്ലേ, ഡു കഴിഞ്ഞിട്ട് ഡൂവിൻ്റെ അകത്ത് ബോഡി കൊടുക്കുന്നു, അതിൻ്റെ എൻഡിലാണ് വൈൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താ? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു വട്ടം നമ്മൾ ബോഡി എക്സിക്യൂട്ട് ചെയ്തിരിക്കും. സോ ഇൻ വൈൽ ലൂപ്പ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, വൈൽ 0. 0 എന്താണ്? ഫോൾസിന് ഇക്വലൻ്റായ ഇൻറ്റിജറാണ് 0. സോ ഫെയിൽ ആവുകയാണ്. സോ വീണ്ടും തിരിച്ച് ബോഡിക്കകത്ത് വരില്ല. എന്ത് ചെയ്യും? എക്സിറ്റ് ആവും. ആഫ്റ്റർ ലൂപ്പ് എന്നും കൂടെ പ്രിൻ്റ് ചെയ്യും. സോ ഒരു വട്ടം ഇൻ വൈൽ ലൂപ്പ് എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം കണ്ടീഷൻ ഫെയിൽ ആവുകയാണ്. വൈൽ ഓഫ് 0 എന്നല്ലേ? 0 എന്ന് വെച്ചാൽ എന്തിന് ഇക്വലൻ്റ് ആണ്? ബൂളിയൻ ഫാൾസിന് ഇക്വലൻ്റ് ആണ്. സോ നേരെ എക്സിറ്റ് ചെയ്തു, തിരിച്ച് ബോഡിയിലോട്ട് പോവില്ല. എക്സിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അത് എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. അതിലെന്താ? ആഫ്റ്റർ ലൂപ്പ്. സോ ഇൻ വൈൽ ലൂപ്പ് ഫോളോഡ് ബൈ ആഫ്റ്റർ ലൂപ്പ്, ഇതായിരിക്കും ഔട്ട്പുട്ട്. വീണ്ടും ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാനാണ്. രണ്ട് കാര്യം ചെക്ക് ചെയ്യണം. ഔട്ട്പുട്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഹൗ മെനി ടൈംസ് ഐ വാല്യൂ ഈസ് ചെക്ക്ഡ് ഇൻ ദ ഫോളോയിങ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എത്ര ടൈംസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടെ കണ്ടുപിടിക്കും. ഇൻറ്റ് i = 0 മെയിനിൻ്റെ അകത്താണ്, ഗ്ലോബൽ ഡിക്ലറേഷൻ ഒന്നും അല്ല. ഇൻറ്റിജർ ടൈപ്പിൽ i ഡിക്ലെയർ ചെയ്യുന്നു, ഇനീഷ്യലൈസ്ഡ് വിത്ത് വാല്യൂ 0. ദെൻ ഡു i++ ചെയ്യാണ്. ഐയുടെ വാല്യൂ എന്താവും? അപ്പോൾ i1 ആവും. പ്രിൻ്റ് ഓഫ് ഇൻ വൈൽ ലൂപ്പ് പ്രിൻ്റ് ചെയ്യുന്നു. ഇവിടെ വന്ന് കണ്ടീഷൻ ചെയ്യാണ്, ചെക്ക് ചെയ്യാണ്. ബൈ i<3. 1<3 ആണ്, ട്രൂ ആണ്. തിരിച്ചിങ്ങോട്ട് പോകും, വീണ്ടും ഡൂവിനകത്ത് വരും. i ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, 2 ആവും. പ്രിൻ്റ് ചെയ്യുന്നു ഇൻ വൈൽ ലൂപ്പ്. സെക്കൻഡ് ടൈം ഇൻ വൈൽ ലൂപ്പ് പ്രിൻ്റ് ചെയ്യുന്നു. 2<3 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു, കറക്റ്റാണ്. വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരും. i++ ചെയ്യുന്നു, 3. പ്രിൻ്റ് ഓഫ് ഇൻ വൈൽ ലൂപ്പ് ഒന്നും കൂടെ പ്രിൻ്റ് ചെയ്യുന്നു. തേർഡ് ടൈം പ്രിൻ്റ് ചെയ്യുന്നു. 3<3 ഫെയിൽ ആവുന്നു. വീണ്ടും തിരിച്ചു പോവില്ല, നേരെ താഴത്തോട്ട് എക്സിറ്റ് ആവും. ഓക്കെ, സോ എത്ര പ്രാവശ്യം ഇൻ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും? 3 ടൈംസ് ഇൻ വൈൽ ലൂപ്പ്. എത്ര പ്രാവശ്യം i ചെക്ക് ചെയ്യുന്നു? ഇവിടെ നോക്കുക, എത്ര പ്രാവശ്യം i ചെക്ക് ചെയ്യുന്നു? ഫസ്റ്റ് i = 0. ഇവിടെ എത്തിയപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ തന്നെ ബോഡി എക്സിക്യൂട്ട് ചെയ്യണം. i1 ആവുന്നു. i++ ചെയ്തപ്പോൾ 1 ആവുന്നു. ഒരു വട്ടം ഇത് പ്രിൻ്റ് ചെയ്യുന്നു. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഫസ്റ്റ് ടൈം 1<3. ഓക്കെ, ട്രൂ ആണ്. തിരിച്ചു പോകുന്നു. i2 ആവുന്നു. ഇത് പ്രിൻ്റ് ചെയ്യുന്നു. സെക്കൻഡ് ടൈം 2<3 ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണ്. തിരിച്ചു വരുന്നു. i വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. i3 വീണ്ടും ഇത് പ്രിൻ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ചെക്ക് ചെയ്യാണ്. 3<3. സോ എത്ര പ്രാവശ്യം i ചെക്ക് ചെയ്യുന്നുണ്ട്? 3 ടൈംസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇൻ വൈൽ ലൂപ്പിന് എത്ര പ്രാവശ്യം പ്രിൻ്റ് ചെയ്യിക്കുന്നുണ്ട്? 3 ടൈംസ്. സോ ഏത് ഓപ്ഷനായിരിക്കും കറക്റ്റ്? 3 ടൈംസ് ഇൻ വൈൽ ലൂപ്പ് പ്രിൻ്റ് ചെയ്യും, 3 ടൈംസ് ഐനെ ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എഗെയിൻ നമുക്ക് വൈൽ ലൂപ്പ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. ഇൻറ്റ് i = 0 വൈൽ ++i. ഓക്കെ, പ്രിൻ്റ് ഓഫ് h. ഓക്കെ, എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? i 0 ആണ്. നമ്മൾ വൈൽ i എന്നല്ല ചെക്ക് ചെയ്യുന്നത്, ++i എന്നാണ്.
സോ എന്തായിരിക്കും ഇവിടെ വരിക? ഫസ്റ്റ് തന്നെ പ്രീ ഇൻക്രിമെൻ്റ് ആണ്. ഇൻക്രിമെൻ്റ് ചെയ്തിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. സോ ഇനീഷ്യലൈസ് ചെയ്തത് 0 ആണെങ്കിലും ലൂപ്പിനകത്ത് ++i ആണ്. ഫസ്റ്റ് കേസിൽ തന്നെ ഇത് 1 ആണ്. നോൺ സീറോ ആണ് കണ്ടീഷനായിട്ട് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ട്രൂ. ട്രൂ ആണെങ്കിൽ എച്ച് പ്രിൻ്റ് ചെയ്യും. അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും? വീണ്ടും ++i 2 ആവും. ഓക്കെ, 0 കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് ആണ്. 1 2 3 ഇങ്ങനെ എത്ര വട്ടം വേണമെങ്കിലും ഇത് ഇൻക്രിമെൻ്റ് ചെയ്യാം. എപ്പോഴും കണ്ടീഷൻ ട്രൂ തന്നെയായിരിക്കും. ഒരിക്കലും 0 വരാൻ പോകുന്നില്ല ഇതിൻ്റെ അകത്ത്. ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 0 ആണ്. എന്നിട്ട് ++i ആണ് നമ്മൾ വൈലിൽ ചെക്ക് ചെയ്തത്. സോ ഫസ്റ്റ് കേസിൽ തന്നെ ഇത് 1 ആയി. ഇനി ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോഴും 2 3 4 അങ്ങനെ പോവാം. ഒരിക്കലും തിരിച്ച് 0 ആവാനുള്ള ചാൻസേ ഇല്ല. സോ എപ്പോഴും കണ്ടീഷൻ ട്രൂ ആയിരിക്കും. ഓരോ പ്രാവശ്യം ട്രൂ ആകുമ്പോഴും എച്ച് എന്ന് ഡിസ്പ്ലേ ചെയ്യും. സോ ഇതിൽ റൈറ്റ് ആൻസർ എന്തായിരിക്കും? എച്ച് ഇസ് പ്രിൻറ്റഡ് ഇൻഫൈനൈറ്റ് ടൈംസ്. ഇൻഫിനിറ്റ് ആയിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്ത് എച്ച് പ്രിൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. എഗെയിൻ ഡു വൈ ലൂപ്പാണ്. ഇൻറ്റ് i ഈക്വൽ ടു 0. ഡു ബോഡിക്കകത്ത് എന്താ? ഹലോ പ്രിൻ്റ് ചെയ്യണം. എന്താണ്? വൈൽ i നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, i ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 0 ആണ്. ഈ ബോഡിക്കകത്ത് എവിടെയും ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യാനോ ഡിക്രിമെൻ്റ് ചെയ്യാനോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ അല്ലേ? സോ ബോഡിക്കകത്ത് കണ്ടീഷൻ ഇത് എക്സിറ്റ് കൺട്രോളാണ്. ഒരു വട്ടം നമ്മൾ ബോഡി എക്സിക്യൂട്ട് ചെയ്ത് ഹലോ പ്രിൻ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ വൈൽ i നോട്ട് ഈക്വൽ ടു 0 ആണോ? i 0 ആണ്. ഈ ബോഡിക്ക് അകത്ത് എവിടെയും ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാനും ഉള്ള സ്റ്റേറ്റ്മെൻ്റ് ഇല്ല. സോ വൈൽ i നോട്ട് ഈക്വൽ ടു 0 റോങ് ആണ്. i ഈക്വൽ ടു 0 ആണ്. സോ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നു. തിരിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് പോവില്ല. ഓക്കെ, സോ ഫസ്റ്റ് ടൈം തന്നെ കണ്ടീഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡു വൈ ലൂപ്പ് ആയത് കാരണം ഡു എന്താണോ ഡൂവിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് അത് ഒരു വട്ടം എക്സിക്യൂട്ട് ചെയ്തിട്ട് എക്സിറ്റ് പോർഷനിലാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. സോ ഒരു വട്ടം ഹലോ പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് വരുന്നത്. i നോട്ട് ഈക്വൽ ടു 0 ആണോ? റോങ് ആണ്. i ഈക്വൽ ടു 0 ആയിരുന്നു. സോ വൈലിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ഫെയിൽ ആയിപ്പോയി. സോ ഇനി തിരിച്ച് ഡൂയിലോട്ട് പോവില്ല, ബോഡിക്കകത്ത് പോവില്ല, തിരിച്ച് എക്സിറ്റ് ആവും. സോ ഇതെന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഹലോ പ്രിൻ്റ് ചെയ്യും, എന്നിട്ട് എക്സിറ്റ് ആവും. സോ ഫസ്റ്റ് ടൈം തന്നെ കണ്ടീഷൻ ഫെയിൽ ആവുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം ഹലോ പ്രിൻ്റ് ചെയ്യും. സോ റൈറ്റ് ആൻസർ ഇസ് ബി. ഒരു വട്ടം ഹലോ പ്രിൻ്റ് ചെയ്തിട്ട് കണ്ടീഷൻ ഫെയിൽ ആവുന്നു, എക്സിറ്റ് ആവുന്നു. നെക്സ്റ്റ് വൺ, വീണ്ടും കോമ ഓപ്പറേറ്ററിൻ്റെ പ്രോപ്പർട്ടി മനസ്സിലാക്കാനുള്ള പ്രോഗ്രാമാണ്. ഇൻറ്റ് i ഈക്വൽ ടു 0 j ഈക്വൽ ടു 0 ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. വൈൽ i ലെസ് ദാൻ 5, j ലെസ് ദാൻ 10. ബ്രാക്കറ്റിൻ്റെ അകത്ത് വൈലിൻ്റെ ബോഡിക്കകത്ത് i പ്ലസ് പ്ലസ് ജെ പ്ലസ് പ്ലസ് പ്രിൻ്റ് ഓഫ് ij. ഓക്കെ, എന്തായിരിക്കും ഔട്ട്പുട്ട് വരാൻ പോകുന്നത്? i ലെസ് ദാൻ 5, j ലെസ് ദാൻ 10. കോമ ഓപ്പറേറ്ററിൻ്റെ പ്രോപ്പർട്ടി ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മോർ ദാൻ 1 എക്സ്പ്രഷൻസ് വൈലിൻ്റെ അകത്താണെങ്കിലും ഇഫിനകത്താണെങ്കിലും ഫോറിനകത്താണെങ്കിലും കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് വരികയാണെങ്കിൽ റൈറ്റ് മോസ്റ്റ് എക്സ്പ്രഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കൺട്രോൾ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കൺട്രോൾ ഫ്ലോ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. സോ i ലെസ് ദാൻ 5, j ലെസ് ദാൻ 10. ഇതിൽ j ലെസ് ദാൻ 10 എന്ന് പറയുന്ന എക്സ്പ്രഷനാണ് റൈറ്റ് മോസ്റ്റ് വന്നിരിക്കുന്നത്, നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നിരിക്കുന്നത് എൻഡിൽ. സോ j ലെസ് ദാൻ 0, j ലെസ് ദാൻ 10 ഇത് നോക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ കൺട്രോൾ ഫ്ലോനെ കൺട്രോൾ ചെയ്യില്ല. സിൻടാക്സ് എറർ അല്ല, നമുക്കിത് വാലിഡ് ആയിട്ടുള്ള സിൻടാക്സ് തന്നെയാണ്. പക്ഷേ ഇത് നമ്മുടെ കൺട്രോൾ ഫ്ലോനെ ഡിസൈഡ് ചെയ്യില്ല. റൈറ്റ് മോസ്റ്റ് എക്സ്പ്രഷനാണ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് കേസിൽ 0 ലെസ് ദാൻ 10 ട്രൂ ആണ്. i 1 ആവും, j 1 ആവും, ij പ്രിൻ്റ് ചെയ്യും. ij പ്രിൻ്റ് ചെയ്യില്ല, ഇത് ലൂപ്പിനകത്തല്ല, ലൂപ്പിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ.
ലൂപ്പിൻ്റെ വെളിയിൽ വന്നിട്ടാണ് ഐ ജെ പ്രിൻ്റ് ചെയ്യിക്കേണ്ടത്. സോ ഫസ്റ്റ് കേസിൽ ജെ ലെസ് ദാൻ 0 ലെസ് ദാൻ 10 ആകുമ്പോൾ ഐ 1 ആവും, ജെ 1 ആവും. ഓക്കെ, ദെൻ എന്ത് ചെയ്യും? ജെ ഇപ്പോഴും 1 ആയിട്ടുണ്ട്. 1 ലെസ് ദാൻ 10 ആണോ നോക്കും, കറക്റ്റ് ആണ്. അപ്പോൾ ഐയും ഇൻക്രിമെൻ്റ് ചെയ്യും, ജെയും ഇൻക്രിമെൻ്റ് ചെയ്യും. സോ ഇൻക്രിമെൻ്റ് ചെയ്തിരിക്കുന്ന ജെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് 2 ലെസ് ദാൻ 10 ആണോ നോക്കും, കറക്റ്റ് ആണ്. ഇവിടെയും ഇൻക്രിമെൻ്റ് ചെയ്യും, ഇവിടെ ഇൻക്രിമെൻ്റ് ചെയ്യും. നെക്സ്റ്റ് 3 ലെസ് ദാൻ 10 എഗെയിൻ കറക്റ്റ് ആണ്. ഇവിടെയും ഇൻക്രിമെൻറ്റ്, ഇവിടെയും ഇൻക്രിമെൻറ്റ്, ഇതിങ്ങനെ പോവും. ഓക്കെ, അടുത്തത് ഇത് 10 ആവും, ഇൻക്രിമെൻ്റ് ചെയ്ത് ഇവിടെയും 10 ആവുമ്പോൾ നോക്കും. 10 ലെസ് ദാൻ 10 കണ്ടീഷൻ ഫെയിൽ ആവാണ്, വെളിയിൽ വരും. എന്നിട്ട് എന്ത് പ്രിൻ്റ് ചെയ്യും? ഐ ജെ പ്രിൻ്റ് ചെയ്യുമ്പോൾ 10 പ്രിൻ്റ് ചെയ്യും. Okay, so right answer option C. അടുത്തത് k. For k equal to -3, k less than -5, k plus plus. Okay, print hello. നോക്കുക, ഇത് പ്യുവർ മാത്സ് ആണ്. k ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് -3 ആയിട്ടാണ്. ഓക്കെ, -3 ലെസ് ദാൻ -5, k ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് -3 ആണ്. -3 ലെസ് ദാൻ -5 ആണ്. നെഗറ്റീവ് നമ്പറിൻ്റെ കേസിൽ എങ്ങനെയാണ് വരിക? നമ്പർ ലൈൻ നോക്കുകയാണെങ്കിൽ 0ൻ്റെ ഇപ്പുറത്ത് -1, -2, -3, -4, -5. -3നെക്കാളും ചെറുതാണ് -5 അല്ലേ? അപ്പോൾ എന്താ? k ലെസ് ദാൻ -5, കെയുടെ വാല്യൂ എന്താ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? -3 ആണ്. -3 ലെസ് ദാൻ -5 ആണോ? കണ്ടീഷൻ ഫെയിലായി, ഫസ്റ്റ് ടൈം തന്നെ കണ്ടീഷൻ ഫെയിൽ ആവാണ്. -5 ആണ് -3നെക്കാളും ചെറുത്. സോ കണ്ടീഷൻ k ലെസ് ദാൻ -5, ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്ന k വാല്യൂ -3 ആണ്. -3 ലെസ് ദാൻ -5 ആണോ? റോങ് ആണ്. ലൂപ്പിൻ്റെ ബോഡിക്കകത്ത് കിടക്കത്തേ ഇല്ല, ഡയറക്റ്റ് എക്സിറ്റ് ആവും, പ്രിൻ്റ് ചെയ്യാതെ തന്നെ എക്സിറ്റ് ആവുകയാണ്. ഓക്കെ, സോ ഇതിലേതായിരിക്കും കറക്റ്റ്? നത്തിങ്, ഒന്നും പ്രിൻ്റ് ചെയ്യാൻ പോകുന്നില്ല. സിൻറ്റാക്സ് എറർ അല്ല, റൺ ടൈം എറർ ഒന്നുമല്ല, പക്ഷെ ഒന്നും പ്രിൻ്റ് ചെയ്യില്ല. പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഒരു വട്ടമെങ്കിലും നമ്മുടെ ഈ കണ്ടീഷൻ ട്രൂ ആവണമായിരുന്നു. സോ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്ന വാല്യൂ അനുസരിച്ച് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കണ്ടീഷൻ ചെക്കിംഗ് ഫെയിൽ ആവുകയാണ്. സോ ഫോറിൻ്റെ ബോഡി ഇതിലോട്ട് വരാനേ പോകുന്നില്ല, ഒരിക്കൽ പോലും പ്രിൻ്റ് ചെയ്യാതെ ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇവിടെ ഒരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുകയാണ് ഇൻറ്റിജർ ടൈപ്പിലുള്ള റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ ആയിട്ട് ഫൂ എന്നൊരു ഫംഗ്ഷൻ. അതിൻ്റെ അകത്ത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. എവിടെ കോൾ ചെയ്യുന്നു അവിടെ 1 എന്ന് പറയുന്ന ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇൻറ്റു മെയിൻ ആൻഡ് i ഈക്വൽ ടു 0. ഫോറിൻ്റെ അകത്താണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോറിൻ്റെ ഇനീഷ്യലൈസേഷൻ വരേണ്ട ഫസ്റ്റ് സ്റ്റേജിലാണ് ഫൂവിനെ കോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? 1നെ ഇവിടെ റിട്ടേൺ ചെയ്യും. ആ 1 വെച്ച് നമ്മൾ ഐനെ ഇനീഷ്യലൈസ് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് കോൾ ചെയ്തിട്ടേ ഉള്ളൂ ഫൂ. ഓക്കെ, ബട്ട് ഫോറിൻ്റെ സിൻറ്റാക്സ് കറക്റ്റാണ്. സെമി കോളൻ ഉണ്ട്, ദെൻ i ഈക്വൽ ടു 1 കണ്ടീഷൻ ചെക്കിങ്, സെമി കോളൻ i ഈക്വൽ ടു 2. സോ സിൻറ്റാക്സ് അനുസരിച്ച് ഫോറിൻ്റെ സിൻറ്റാക്സ് കറക്റ്റാണ്. 2 സെമി കോളൻ യൂസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ കമ്പൈൽ ടൈം എറർ ഒന്നുമില്ല. ഇവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ട് വാല്യൂ 1 ഫൂ കോൾ ചെയ്തതുകൊണ്ട്, ബട്ട് അതിന് യൂസ് ഇല്ല നമുക്കിവിടെ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് i എന്ന് പറയുന്ന ലൂപ്പിംഗ് വേരിയബിളാണ്. അതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒന്നും സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. i ഈക്വൽ ടു ഫൂ എന്നൊന്നും അല്ല കോൾ ചെയ്തിരിക്കുന്നത്, സിംപ്ലി ഫൂ കോൾ ചെയ്യുകയാണ്. സോ ഇവിടെ വാല്യൂ 1 റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ വെച്ചിട്ട് നമ്മൾ ഐനെ മോഡിഫൈ ചെയ്തതൊന്നുമില്ല. സോ i ഇപ്പോഴും 0 തന്നെയാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് 0 ഈക്വൽ ടു 1 ആണോ? അല്ല, കണ്ടീഷൻ ഫെയിൽ ആവുകയാണ്. ഓക്കെ, സോ അപ്പോൾ എന്ത് ചെയ്യും? നമുക്കറിയാം കർലി ബ്രാക്കറ്റ് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഫോറിൻ്റെ അകത്ത് വരുന്നത്. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല, ഫസ്റ്റ് കേസിൽ തന്നെ കണ്ടീഷൻ ഫെയിലായിപ്പോയി. സോ ആഫ്റ്റർ ലൂപ്പ് എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പ്രിൻ്റ് ചെയ്തിട്ട് എക്സിറ്റ് ആവും.
വീണ്ടും ഇൻക്രിമെൻറ്റിന് പോകേണ്ട കാര്യമൊന്നുമില്ല. ഫസ്റ്റ് കേസിൽ തന്നെ ഇത് കണ്ടീഷൻ ഫെയിൽ ആവുകയാണ്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ലൂപ്പ് എന്ന് പറയുന്ന ലൂപ്പിൻ്റെ വെളിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഒരു വട്ടം ഡിസ്പ്ലേ ആവും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.